ഏപ്രിൽ 2-ന് ആരംഭിച്ച വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ സമരം തുടരുന്നു. പോലീസ് യൂണിഫോം സ്വപ്നം കണ്ടവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരമിരിക്കുകയാണ്. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഇനി 2 പ്രവൃത്തി ദിവസം മാത്രമാണുള്ളത്. സർക്കാർ നീതി നടപ്പാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഇവർ. ഭരണസിരാ കേന്ദ്രത്തിന് മുൻപിൽ ഒരിക്കൽ പോലും സമരം ചെയ്യണമെന്ന് പ്രതീക്ഷിച്ചവരല്ല ഇവർ. ആശയറ്റപ്പോൾ പ്രതികരിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെയായി. പോലീസ് യൂണിഫോം എന്ന സ്വപ്നമാണ് ഇവരെ പ്രതിഷേധത്തിലേക്ക് എത്തിച്ചത്. ഏപ്രിൽ 2-ന് ആരംഭിച്ച സമരം സമരം നടത്തിയതിന്റെ ആദ്യ ദിനം കടുത്ത ചൂടിൽ പലരും കുഴഞ്ഞു വീണു. അല്പം വെയിൽ താങ്ങാൻ കഴിയാത്തവരെ എങ്ങനെ പോലീസിലെടുക്കുമെന്ന കുറ്റപ്പെടുത്തലുകൾ, പരിഹാസങ്ങൾ. ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി വന്ന തങ്ങൾ ശക്തരാണെന്ന് തെളിയിക്കണമായിരുന്നു. നേരിടേണ്ടി വന്ന പരിഹാസങ്ങൾക്ക് മറുപടി നൽകണമായിരുന്നു. നമുക്ക് ഗഡ്സ് ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല, നമ്മൾ ഈ ജോലിയുടെ അവസാന വക്കിലാണ് എത്തിയിരിക്കുന്നത്. ഈ ജോലി എന്നുള്ളത് പറയാൻ വേണ്ടി, ഈ ലിസ്റ്റിലെത്താൻ വേണ്ടി ഞങ്ങൾ കടന്ന കടമ്പകൾ ചില്ലറയൊന്നുമല്ല. പരീക്ഷ എഴുതാൻ വേണ്ടി 2022 വന്ന നോട്ടിഫിക്കേഷൻ അത് 2023 ജൂലൈ 7-നാണ് എക്സാം. ആ എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങൾ എത്ര മാസം കഷ്ടപ്പെട്ടിട്ടാണ്. പലരും വീട്ടമ്മമാരാണ്, ജോലിയെടുത്ത് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ ആ ജോലിക്കൊക്കെ പോയി നമ്മൾ വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം കിട്ടുന്ന സമയത്ത് ഉറക്കം പോലും ഇല്ലാണ്ട് പഠിച്ചതാണ്. നിരവധി പ്രതിഷേധ മാർഗങ്ങൾ. ജീവിതത്തിൽ ഇതുവരെയും സമരം ചെയ്യാത്തവരും സമരമുഖത്തെത്തി. ഇനി PSC പഠിക്കുന്നവരോടായാലും എനിക്ക് പറയാനുള്ളത് സമരം ചെയ്യാൻ കൂടി പഠിച്ചിരിക്കണം. അല്ലാതെ സമരം ചെയ്യാന്ന് പറയുന്നത് സമരം ചെയ്തുകൊണ്ട് നമുക്ക് വേക്കൻസി വരുന്നൊന്നും ഞാൻ ആരോടും പറയില്ല. പക്ഷെ നമ്മളൊന്നും ചെയ്തില്ല എന്നുള്ളൊരു വിഷമം നമുക്ക് അവസാനം ഉണ്ടാവരുത്. ഓരോ ദിവസവും ചർച്ചയിലൂടെയാണ് അടുത്ത ദിവസത്തെ പ്രതിഷേധ രീതി തീരുമാനിക്കുന്നത്. സമരം ചെയ്യുന്നവരിൽ ഭൂരിഭാഗം പേരും യൂണിഫോം തസ്തിക സ്വപ്നം കണ്ടവരാണ്. അതുകൊണ്ട് തന്നെ മറ്റു പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നില്ല. പലരും പ്രായപരിധി പിന്നിടുന്നവരുമാണ്. നമുക്കിനി ഒട്ടും സമയമില്ല, വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇനി വരുന്ന ദിവസങ്ങളെല്ലാം അവധിയാണ്. ആകെ 2-3 വർക്കിംഗ് ഡേയ്സ് ഉള്ളൂ. ഈ വർക്കിംഗ് ഡേയ്സിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുന്ന പ്രതീക്ഷ കൊണ്ടാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. പ്രതീക്ഷയാണല്ലോ ജീവിതം. 20-ാം തീയതി കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരും ലൈഫ് എന്താണെന്ന് പോലും ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തെ പ്രതീക്ഷയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിൽ കുറച്ച് പേർക്കെങ്കിലും ജോലി കിട്ടും, കുറച്ച് പേർക്കെങ്കിലും ഒരു ആൾക്ക് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബമല്ലേ രക്ഷപ്പെടുന്നത്. അത് വിചാരിച്ചിട്ടാണ് നമ്മൾ കുടുംബങ്ങളെയും കുട്ടികളെയും വീട്ടിൽ തനിച്ചാക്കി വന്നവരുമുണ്ട് സമരമുഖത്ത്. അമ്മ പോലീസാവുമെന്ന സ്വപ്നം കണ്ടാണ് പല കുഞ്ഞുങ്ങളും വീട്ടിലിരിക്കുന്നത്. അവർക്ക് വേണ്ടിയെങ്കിലും യൂണിഫോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട്. കുഞ്ഞാണ്, എനിക്ക് ഞാൻ ഫിസിക്കലിൽ പോകുമ്പോൾ എന്നോട് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കുഞ്ഞെന്നോട് ചോദിക്കും, അമ്മ എന്തിനാ വെളുപ്പിനെ ഗ്രൗണ്ടിലൊക്കെ പോണേന്ന് ചോദിക്കുമ്പോൾ പറയും അമ്മന് പോലീസാവാൻ വേണ്ടിയിട്ടാന്ന് പറയും. അതുകൊണ്ട് തന്നെ കുഞ്ഞെല്ലായിടും പറയും അമ്മ പോലീസാന്ന് പറയും. എന്നെ അത് കേൾക്കുമ്പോൾ ശരിക്കും എനിക്കറിയില്ല കുഞ്ഞിനോട് എന്ത് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. അവളുടെ അടുത്ത് തിരിച്ചു ചെല്ലുമ്പോൾ അമ്മ പോലീസാണെന്ന് പറയാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്കല്ലാണ്ട് അമ്മയ്ക്കൊന്നും കിട്ടിയില്ല, അമ്മയ്ക്ക് ഇനി ജോലിയൊന്നുമില്ല, അമ്മ പോലീസല്ല എന്ന് അവളെ തിരിച്ച് പറഞ്ഞ് പഠിപ്പിക്കാൻ എനിക്ക് പറ്റൂല. സമരം ചെയ്യണമെന്ന് ആഗ്രഹിച്ചവരല്ല, കഷ്ടപ്പെട്ട് പഠിച്ചത് സർക്കാരിന് മുന്നിൽ ഭിക്ഷയാചിക്കാനുമല്ല. ദിനം പ്രതി നിരവധി കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്നു. പലരും തളർന്നു വീണു. പലപ്പോഴും ഭക്ഷണവും വെള്ളവുമില്ല. ഫുട്പാത്തിലുള്ള ഉറക്കം പലർക്കും ശരിയാവുന്നുമില്ല. അതിനു പുറമെ മാനസിക സമ്മർദ്ദവും.
സർക്കാർ ഇനിയെങ്കിലും ഞങ്ങൾ അവസ്ഥ മനസ്സിലാക്കണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളിപ്പോൾ രാത്രി ഇവിടെ വന്നിരുന്ന് ഉറങ്ങേണ്ട ഒരാവശ്യമില്ല. ഞങ്ങളെല്ലാവരും ഇവിടെയാണ് കിടന്നുറങ്ങണം. വീട്ടിൽ കിടന്നുറങ്ങേണ്ട ഞങ്ങളാണ്. പക്ഷേ ഈ ലിസ്റ്റിൽ പെട്ടുപോയി എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് കിടക്കുന്നത്. അത് ഞങ്ങളുടെ ഒരു വല്ലാത്തൊരു കഷ്ടമാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ വന്ന് കിടക്കേണ്ടി വരണം. പോലീസ് യൂണിഫോം ഇട്ട് സർക്കാർ സേവകരായി നിത്യവൃത്തിക്ക് വക കണ്ടെത്തണമെന്ന് ആഗ്രഹിച്ചവരാണിവർ. സമരം അവസാനിപ്പിക്കേണ്ടതുണ്ട്. സർക്കാർ ഇടപെടേണ്ടതുണ്ട്. അതുതന്നെയാണ് ഇവരുടെ ആവശ്യവും. ക്യാമറമാൻ പോൾ ശ്രീകാര്യത്തിനും ശ്രീജുവിനുമൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.